എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ, എവിടെ എത്തി പഠനമൊക്കെ? കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കൊക്കെ എല്ലാവരും ചെയ്തോ? ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ കുറേ ഹോംവർക്കൊക്കെ തന്നിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? അതിനു മുമ്പായി കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. അടിയിൽ വരയിട്ട വാക്കുകൾ പാഠപുസ്തകത്തിൽ ഉള്ളതുപോലെ മാറ്റി എഴുതാം. ഇവിടെ നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലെ ഏതാനും വാക്യങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കാം അല്ലേ? പക്ഷേ ചില വാക്കുകൾ വേറെ ഒരു നിറത്തിലാണ് കാണുന്നത്, കൂടാതെ അടിയിൽ വരയിട്ടിട്ടും ഉണ്ട്. അപ്പോൾ ആ വാക്കുകൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കണം, ശരിക്കുള്ള വാക്കുകൾ. കാരണം അതിൽ ചിഹ്നങ്ങൾ ചേർത്തിട്ടില്ല അല്ലേ? വായിച്ചു നോക്കാം. സാവിത്രിക്കുട്ടി അന്നു രഥ ഉറങ്ങിയില്ല. രഥ, ഇതിന് ചിഹ്നങ്ങൾ ചേർത്ത് ഒന്ന് വായിച്ചു നോക്കൂ. അന്ന് രാത്രി അല്ലേ? അന്ന് രാത്രി ഉറങ്ങിയില്ല. പിന്നെയോ എന്താ, ഏത് വാക്കാണത്? രണ്ട് കിടപ്പറയും. വീടിനെ കുറിച്ച് വർണ്ണിക്കല്ലേ? വരാന്തയും രണ്ടു കിടപ്പറയും. പിന്നെയോ അതെന്താ സംഭവം? ഊണുമുറിയും അടുക്കളയും കലവറയും പിന്നെയോ കളമറ. കുളിമുറിയുമുള്ള ഇതോ സാന്ദരമായ സുന്ദരമായ ഒരു, പിന്നെയോ ഇതോ കട്ടപ്പര. എന്തായിരുന്നു ഉണ്ടാക്കിയത് സാവിത്രിക്കുട്ടി? കുട്ടിപ്പുര അല്ലേ? കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. മനസ്സിലായല്ലോ? സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല. വരാന്തയും രണ്ടു കിടപ്പറയും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ടു തന്നെ അവൾ സ്വപ്നം കണ്ടു. മനസ്സിലായോ? ഇനി മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒരു കാര്യം ചെയ്യാം, വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഈ വാക്കുകൾ, അടിയിൽ വരയിട്ട വാക്കുകൾക്ക് ചിഹ്നം ചേർത്ത് ഒന്ന് എഴുതി നോക്കുക. ആരോടും ചോദിക്കൊന്നും വേണ്ട, സ്വന്തമായി ഒന്ന് എഴുതി നോക്കുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ എല്ലാവരും. അപ്പൊ മക്കളെല്ലാവരും എഴുതി കഴിഞ്ഞോ? ചിഹ്നങ്ങൾ ചേർത്ത് ഒന്ന് നോക്കാം അല്ലേ? കണ്ടോ? രാത്രി എഴുതിയത് കാണുന്നുണ്ടല്ലോ. രാത്രി, പിന്നെ വരാന്തയും ഊണുമുറിയും കുളിമുറിയും പിന്നെയോ സുന്ദരമായ കുട്ടിപ്പുര പിന്നെയോ സ്വപ്നം. ഈ മാത്രകളും ഒക്കെ മനസ്സിലായോ? ചിഹ്നങ്ങളെല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് കടങ്കഥ. കടങ്കഥ അറിയാമല്ലോ? നിങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ടോ കടങ്കഥ? അപ്പോ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അകത്തിരുന്ന് പുറത്തേക്ക് കാലു നീട്ടി. ആലോചിച്ചോ മക്കളെല്ലാവരും? ഒന്ന് ആലോചിച്ചു നോക്കുക, എന്തായിരിക്കും അതിന്റെ ഉത്തരം എന്ന്. അകത്തിരുന്ന് പുറത്തേക്ക് കാലു നീട്ടി. കിട്ടിയോ? ശരി. ഉത്തരം ഓവ്. എന്താണ് മക്കളെ ഓവ്? വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകി പോകുന്നതിനുള്ള ചാല്. മനസ്സിലായോ? വെള്ളം ഒഴുകി പോകുന്നതിനാക്കി തയ്യാറാക്കിയ ഒരു ചാല്, അതാണ് ഓവ്. അടുത്തതോ? പുഴയിലുണ്ട് മഴയിലില്ല, കരയിലുണ്ട് കടലിലില്ല. കിട്ടിയോ? പുഴ
പുഴയിലുണ്ട് മഴയിലില്ല. കിട്ടിയോ? പിന്നെയോ കരയിലുണ്ട് കടലിലില്ല. കിട്ടിയോ എല്ലാവർക്കും? ഉത്തരം പറഞ്ഞോ നിങ്ങൾ? എന്താ മക്കളെ ഉത്തരം? പുര. എന്താണ്? പുര. അപ്പൊ കൂടുതൽ കടങ്കഥകളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണേ. ശരി, എന്നിട്ട് നോട്ട് ബുക്കിൽ എഴുതുക. അടുത്തത് എന്താ നോക്കാം. അമ്മേ, എന്റെ പുതിയ വീട് കാണാൻ കൂട്ടുകാരെ ക്ഷണിക്കണം, സാവിത്രിക്കുട്ടി പറഞ്ഞു. ശരിയാലേ, ഒരു വീടൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് കൂട്ടുകാരെ കാണിക്കാൻ അവൾക്ക് തിടുക്കായി. എല്ലാവരെയും ക്ഷണിച്ചോളൂ. എന്നാണ് ഗൃഹപ്രവേശം? അച്ഛൻ ചോദിച്ചു. ഗൃഹപ്രവേശം. എന്താണ് ഗൃഹപ്രവേശം എന്ന് വെച്ചാ? നമ്മുടെ വീട്ടിൽ താമസമാക്കുക അല്ലെ? താമസം തുടങ്ങുന്ന ദിവസം. ഈ ഞായറാഴ്ച നടത്താം. എല്ലാവരെയും വിളിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിക്കോളൂ, അമ്മ പറഞ്ഞു. സാവിത്രിക്കുട്ടി കടലാസും പെൻസിലും എടുത്തു. ശരി, അവളെ ഒന്ന് സഹായിക്കണ്ടേ ക്ഷണക്കത്ത് തയ്യാറാക്കാൻ? വേണ്ടേ മക്കളെ? എന്തൊക്കെ കാര്യങ്ങൾ വേണം ക്ഷണക്കത്തിൽ? നോക്കിക്കോളൂ. ക്ഷണക്കത്തിൽ എന്തൊക്കെ? തീയതി ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം, പിന്നെയോ വീടിന്റെ പേര്, ക്ഷണിക്കുന്ന ആൾ, എവിടേക്ക് ക്ഷണിക്കുന്നു, ഏതാവശ്യത്തിന്. അല്ലേ? ഇവിടെ തീയതി ഒരു ഞായറാഴ്ചയല്ലേ അവള് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വരുന്ന ഞായറാഴ്ച ഡേറ്റ് ഇടാം. പിന്നെയോ സ്ഥലം. എവിടെയായിരിക്കും സ്ഥലം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം നമുക്ക് എഴുതാം അല്ലേ? പിന്നെ വീടിന്റെ പേര്. പേരെന്താണ്? നമുക്കറിയാം, പ്രസാദം. ക്ഷണിക്കുന്ന ആളോ? സാവിത്രിക്കുട്ടി. എവിടേക്ക് ക്ഷണിക്കുന്നു? സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയിലേക്ക് അല്ലേ? ഏതാവശ്യത്തിനാ മക്കളെ? ഗൃഹപ്രവേശത്തിന് അല്ലേ? ശരി, ഇനി എല്ലാവരും ഒന്ന് നിങ്ങളുടേതായ ഒരു ആശയം വെച്ച് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും തയ്യാറാക്കിയോ ക്ഷണക്കത്ത്? നമുക്കൊന്ന് നോക്കാം. ക്ഷണക്കത്ത്. അല്ല, എന്താണ് ക്ഷണക്കത്ത്? നമ്മളത് പറഞ്ഞില്ലല്ലോ. എന്താണ് മക്കളെ ക്ഷണക്കത്ത്? നമ്മളെ ഏതെങ്കിലും ഒരു പ്രധാന ചടങ്ങൊക്കെ ഉണ്ടാവുമ്പോൾ ആ ചടങ്ങിലേക്ക് നമ്മുടെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് ക്ഷണക്കത്ത്. ആ ചടങ്ങ് ചിലപ്പോൾ ഗൃഹപ്രവേശമായിരിക്കും, ചിലപ്പോൾ കല്യാണമായിരിക്കും, നിക്കാഹായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചടങ്ങായിരിക്കും അല്ലേ? അപ്പോൾ അതിന് പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണമെന്ന് മാത്രം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെ ചടങ്ങിന്റെ എന്ത് ചടങ്ങാണോ ആ ചടങ്ങിന്റെ പേരുണ്ടായിരിക്കണം, പിന്നെ തീയതി ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം അല്ലേ? ആരാണോ ക്ഷണിക്കുന്നത് അയാളുടെ പേരുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കണേ. അങ്ങനെ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശത്തിനുള്ള കത്താണിത് അല്ലേ? അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഗൃഹപ്രവേശം. തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇവിടെയും കൊടുത്തു. എന്നാണോ അവൾ ഫംഗ്ഷൻ, അതായത് ഗൃഹപ്രവേശം വെക്കാൻ ഉദ്ദേശിച്ചത്, ആ തീയതി ഇവിടെ കൊടുത്തു. പിന്നെ സ്ഥലം സാവിത്രിക്കുട്ടിയല്ലേ ക്ഷണിക്കുന്നത്, അവളുടെ സ്ഥലം കൊടുക്കണം. ഞാനിവിടെ കോഴിക്കോട് എന്ന് കൊടുത്തു എന്ന് മാത്രം. മനസ്സിലായല്ലോ? നമ്മൾ എവിടെയാണോ ഫംഗ്ഷൻ നടത്തുന്നത് ആ സ്ഥലപ്പേര് വേണം വെക്കാൻ. ഞങ്ങൾ പുതിയതായി നിർമ്മിച്ച പ്രസാദം എന്ന കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശ കർമ്മം സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ച, അതായത് 6/9/2020 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ദിവസം വീട്ടിൽ ഒരുക്കുന്ന സൗഹൃദ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ താങ്കളെയും കുടുംബത്തെയും സസ്നേഹം ക്ഷണിക്കുന്നു എന്ന് സാവിത്രിക്കുട്ടിയല്ലേ ക്ഷണിക്കുന്നത്. വീട്ടുപേര് താഴെ കൊടുക്കുക, പ്രസാദം, പിന്നെയോ സ്ഥലവും കൊടുക്കുക. മനസ്സിലായല്ലോ മക്കളെ? ഇതൊരു മാതൃക മാത്രമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇതേ വേറെ തീയതിയോ സ്ഥലപ്പേരോ ഒക്കെ വെച്ച് നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. ചെയ്യണേ എല്ലാവരും. സംഭാഷണം എഴുതാം. കുട്ടിപ്പുര കാണാൻ കൂട്ടുകാരനായ ഗോകുലിനെ ക്ഷണിച്ചു. ഗോകുൽ സാവിത്രിക്കുട്ടിയോട് കുട്ടിപ്പുരയെക്കുറിച്ച് പലതും ചോദിച്ചു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക?
സാവിത്രിക്കുട്ടി. അല്ലെ, അവളുടെ കൂട്ടുകാരനെ അവൾ ക്ഷണിച്ചതാണ്. അപ്പോൾ അവര് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ? എന്തൊക്കെയായിരിക്കും? സാവിത്രിക്കുട്ടി: ഗോകുൽ, ഞായറാഴ്ച നീ എന്റെ വീട്ടിൽ വരണം. ഗോകുൽ എന്തു പറഞ്ഞു? ഗോകുൽ: എന്താ സാവിത്രിക്കുട്ടി വിശേഷം? സാവിത്രിക്കുട്ടി: എന്റെ കുട്ടിപ്പുര കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അല്ലേ, അവള് എല്ലാവരെയും ക്ഷണിക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ ഗോകുലിനോടാണ് ആദ്യം പറഞ്ഞത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും കുട്ടിപ്പുരയെ കുറിച്ച്? ഗോകുലും പിന്നീട് എന്തോ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവള് മറുപടി കൊടുത്തിട്ടുണ്ടായിരിക്കും. വീണ്ടും അവരെന്തെല്ലാമോ സംസാരിച്ചു. എന്തൊക്കെയായിരിക്കും അവര് സംസാരിച്ചിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ എല്ലാവരും. എല്ലാവരും പറഞ്ഞോ മക്കളെ? എന്തൊക്കെയായിരിക്കും അവര് സംസാരിച്ചിട്ടുണ്ടാവുക? ഗോകുൽ: എന്താ സാവിത്രിക്കുട്ടി വിശേഷം? സാവിത്രിക്കുട്ടി: എന്റെ കുട്ടിപ്പുര കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. വീണ്ടും ഗോകുൽ: സാവിത്രിക്കുട്ടിയെ ആരാണ് സഹായിച്ചത് കുട്ടിപ്പുര ഉണ്ടാക്കാൻ? അല്ലെ, പല സംശയം ഉണ്ടാവും ഗോകുലിന്. അതിലൊരു കാര്യമാണ് ഗോകുൽ ചോദിച്ചത്. സാവിത്രിക്കുട്ടി: ആരായിരുന്നു മക്കളെ സഹായിച്ചത്? വേലുച്ചേട്ടൻ അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും നമ്മുടെ ഗോകുൽ? ഗോകുൽ: കുട്ടിപ്പുരയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സാവിത്രിക്കുട്ടി? സാവിത്രിക്കുട്ടി: മുറികളും ആളുകളും എല്ലാം ഉള്ള നല്ലൊരു കുട്ടിപ്പുര ആണ് അല്ലേ? അപ്പൊ ഗോകുൽ: ഹായ്, കുട്ടിപ്പുര കാണാൻ എനിക്ക് തിടുക്കമായി. സാവിത്രിക്കുട്ടി: നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാമല്ലോ. അപ്പോൾ ഞായറാഴ്ച കാണാം അല്ലേ? പിന്നെ ഇതിന്റെ ഇടയിൽ വേറെ എന്തെല്ലാമോ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അല്ലേ? എന്തൊക്കെ ചേർക്കാം മക്കളെ? ഗോകുലിന് വേണമെങ്കിൽ ചോദിക്കാം. എന്താ നിന്റെ കുട്ടിപ്പുരയുടെ പേര്? എന്താ മക്കളെ പേര്? പ്രസാദം അല്ലേ? അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മക്കൾ കൂട്ടിച്ചേർത്ത് എഴുതണേ. അടുത്തത്, എത്ര പദങ്ങൾ? വീടുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ നിങ്ങൾക്കറിയാം? എഴുതി നോക്കൂ. നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളിലായി കുറെ വാക്കുകളൊക്കെ പഠിച്ചല്ലോ. പുതിയ പുതിയ വാക്കുകൾ വീടുമായി ബന്ധപ്പെട്ടത് അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഏതൊക്കെ പഠിച്ചു നമ്മൾ? പറഞ്ഞോളൂ എല്ലാവരും. പറയുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് എഴുതണേ. ഇതാ ഇവിടെ തന്നിട്ടുണ്ടല്ലോ എഴുതാനുള്ള സ്ഥലം. വീട്ടിൽ ഏതെല്ലാം മുറികളുണ്ട്, വീടിന്റെ ഭാഗങ്ങള് അല്ലേ? ഏതൊക്കെ പഠിച്ചു? മേൽക്കൂര പഠിച്ചു, വരാന്ത, കിടപ്പുമുറി, ഊണുമുറി, അടുക്കള, പിന്നെ വീട്ടുപകരണങ്ങൾ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതിന്റെ പേരുകളൊക്കെ നിങ്ങൾ എഴുതാൻ നോക്കുക. പിന്നെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, എന്തെല്ലാം ജോലികൾ ഓരോ ആളുകളും ചെയ്യാറുണ്ട് അല്ലേ? അമ്മമാര് ചെയ്യുന്ന ജോലി, അടുക്കള ജോലി ചെയ്യും. പിന്നെ തൂത്തു വൃത്തിയാക്കും, അലക്കൽ, അങ്ങനെ പല പല ജോലികൾ വീട്ടിൽ ചെയ്യാറില്ലേ? അങ്ങനെ വീട്ടിലെ ഉപകരണങ്ങളുടെ പേരെഴുതാം, ജോലികളുടെ പേരെഴുതാം, വീടിന്റെ ഭാഗങ്ങളുടെ പേരെഴുതാം, പലതും എഴുതാം വീടുമായി ബന്ധപ്പെട്ടത്. അപ്പൊ മക്കൾ ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട്. എല്ലാവരും എഴുതിയോ മക്കളെ? എന്തൊക്കെ കിട്ടി നിങ്ങൾക്ക്? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. നോക്കിയാലോ. കിടപ്പുമുറി, ഊണുമുറി, അടുക്കള, ഉമ്മറം, കലവറ, കുളിമുറി, കട്ടിൽ, ജനാല, വാതിൽ, ഗേറ്റ്, കല്ല്, ഓട്, കരിങ്കല്ല്, ഇഷ്ടിക, സിമന്റ്, കമ്പി, മുള, ടൈൽസ്, മരം, വരാന്ത, അടുക്കള ജോലി. പിന്നെ ഇതാ ഇവിടെ നീണ്ടു പോകുന്നുണ്ട്. ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം. മനസ്സിലായല്ലോ? ഓർമ്മയുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നതെന്ന്? വീട്ടിലെ ജോലികൾ എഴുതാം, വീട്ടിലുള്ള ഉപകരണങ്ങൾ എഴുതാം, വീടുണ്ടാക്കുന്ന സാധനങ്ങളുടെ പേര് എഴുതാം, പിന്നെ വീട്ടിലുള്ള മുറികളുടെ പേര് എഴുതാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. അതായത് വീടുമായി ബന്ധപ്പെട്ട വാക്കുകൾ മാത്രം എഴുതുക. മനസ്സിലായല്ലോ മക്കളെ? നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.